ഹരേ കൃഷ്ണ. ഇന്ന് കന്നിമാസത്തിലെ ആയില്യം നാളാണല്ലേ. ഇപ്പൊ ഇന്നേ ദിവസം നമ്മളെ നാഗരാജാക്കന്മാർക്ക് പട്ടും ഇളനീരും പാലും മഞ്ഞളും ഒക്കെ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ സമർപ്പണത്തിന് പിന്നിൽ ഒരു വളരെ വലിയൊരു കഥയുണ്ട്. ആ കഥ ഞാൻ ചുരുക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പരീക്ഷിത് രാജാവിന്റെ മരണം സംഭവിക്കുന്നത് തക്ഷകൻ എന്ന നാഗത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷിത് രാജാവിന്റെ മകനായ ജനമേജയ രാജാവിന് സർവ്വ നാഗകുലത്തിനോടും വളരെ വലിയ രീതിയിലുള്ളൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നാഗകുലത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനായിട്ട് അദ്ദേഹം ഒരു വലിയ സർപ്പസത്ര യാഗം തന്നെ നടത്തേണ്ടായി. നിരപരാധികളായ അനേകം സർപ്പങ്ങളെ ഈ ഒരു സർപ്പസത്ര യാഗത്തിലൂടെ മരിച്ചു വീഴാനായിട്ടും പരിക്കേൽക്കാനായിട്ടും തുടങ്ങി. അപ്പോഴും തക്ഷകൻ ഇന്ദ്രദേവന്റെ സംരക്ഷണയിലായിരുന്നു ഇരുന്നത്. അങ്ങനെ തന്റെ കുലം മുഴുവൻ താൻ കാരണം നശിക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ തക്ഷകൻ ഇന്ദ്രദേവനോടായിട്ട് ഈ വിഷമമൊക്കെ പറയുന്നുണ്ട്. ഇന്ദ്രദേവൻ ദേവഗണങ്ങളുടെ ഗുരുവായ ബൃഹസ്പതിയോട് ഈ ഒരു വിഷമം അറിയിച്ചു. അദ്ദേഹം നാഗങ്ങളുടെ മുഴുവൻ ദേവിയായ മാനസാദേവിയോട് ഈ സംഭവങ്ങളൊക്കെ അറിയിച്ച് ഈ ദുഃഖങ്ങളും പരിതസ്ഥിതികളും എല്ലാം ദേവിയോടായിട്ട് പറയുകയാണ്. ദേവിയുടെ പുത്രനായ അസ്തികൻ എന്ന് പറയുന്ന ഒരു മുനിയുമായി വന്ന് അദ്ദേഹത്തിന്റെ, അതായത് ജനമേജയ രാജാവിന്റെ സർപ്പസത്ര യാഗം നിർത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പരിക്കേറ്റ ഒട്ടേറെ നാഗങ്ങൾക്ക്, മാത്രമല്ല മൃത്യു സംഭവിച്ച ഒരുപാടധികം നാഗങ്ങൾക്ക് അന്നേ ദിവസം അസ്തികൻ എന്ന മുനി നൂറും പാലും ഇളനീരും മഞ്ഞളും ഒക്കെ സമർപ്പിക്കാനായിട്ട് തുടങ്ങി. അസ്തികൻ എന്ന മുനി ഇതെല്ലാം സമർപ്പിക്കുന്ന ദിവസം കന്നിമാസത്തിലെ ആയില്യം ദിനമായിരുന്നു. അങ്ങനെ ആ ഒരു നാഗവിഭാഗത്തെ തന്നെ ഉന്മൂലനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ച ഒരു ദിവസമായിരുന്നു കന്നിമാസത്തിലെ ആയില്യം നാള്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ നാഗരാജാക്കന്മാർക്ക് നൂറും പാലും ഇളനീരും മഞ്ഞളും പട്ടും ഒക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായിട്ടാണ് കാണാറുള്ളത്.